അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ ഉള്ളത് ജനാതിരിയ എന്ന് പറഞ്ഞ ഹോട്ടലാണ്, ഷേബ് ആമിർ. ഇവിടെ നമുക്ക് ശരിക്കും കണ്ടോ സമയം 6:10 നല്ലൊരു കാഴ്ചയൊക്കെ ഇങ്ങനെ കാണാം. ഇന്ന് കണ്ടോ ഇതാണ് ഷേബ് ആമിറിൽ താമസിക്കുന്ന ആജിമാരുടെയൊക്കെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടുന്ന് നല്ലൊരു കയറ്റാണ് അങ്ങോട്ട്. അത് ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഹോട്ടലുകളുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് അങ്ങനെ ആൾക്കാർ വന്ന് നിൽക്കില്ല. ഇവിടുന്ന് ഉംറ സർവീസും ഇതൊക്കെ ഉണ്ട് വണ്ടിക്കാർ. ഇവിടുന്ന് ഇങ്ങനെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഞാനിവിടെ വന്ന ഒരു ഹോട്ടലുണ്ടോ, ഈ ജനാതിരി ഹോട്ടൽ വന്നതാണ് കേട്ടോ. ഇതിൻ്റെ 2 ഹോട്ടലുണ്ട്, ഇതിന് നേരെ അപ്പുറമുണ്ട്. ആയിരക്കണക്കിന് റൂമുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അന്നേരം ഇതിൽ ഇതൊക്കെ ഉംറയും വിളിച്ച് പോകുന്ന കണ്ടോ, ആയിഷ പള്ളിയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോകുന്നവരാണ്. 5 റിയാലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ടാക്സിയിലൊക്കെ പോകും. നല്ലൊരു കാഴ്ച ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഏതായാലും ഇന്ന് ഓഗസ്റ്റ് 20 റബീഉൽ അവ്വൽ 7 കേട്ടോ. നമുക്കതിന് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച നേരെ ഇവിടെ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നേരെ പോവാം നമുക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ പാലത്തിൻ്റെ അടുത്ത് നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷജറപ്പള്ളി, അതുപോലെ തന്നെ ജിന്ന് പള്ളി, ജന്നത്തിൽ മേലൊക്കെ കയറാൻ പറ്റും. അങ്ങോട്ട് പോകാൻ പറ്റും. ഈ ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ടോ, അതൊക്കെ ഷോർട്ടായിട്ട് അങ്ങ് പോകുന്നതാണ്. വണ്ടി പോകണമെങ്കിൽ ഇങ്ങനെ പോകണം. ഇവിടെയൊക്കെ കുറേ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, റോഡുകളും പാലങ്ങളും ഇതൊക്കെ ആയിട്ടുണ്ടോ. പഴയതുപോലെയൊന്നുമല്ല, ഇഷ്ടംപോലെ. ഇതൊക്കെ ഹോട്ടലാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെയൊക്കെ കാണുന്നത് ഇതൊക്കെ റിയാ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ഉംറപ്പള്ളി, ആയിഷ അങ്ങനെയൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഈ ഭാഗത്തൂടെയൊക്കെ വരും കേട്ടോ. പാലത്തിൻ്റെ മുകളിലൂടെയൊക്കെ വന്നിട്ട് പല റോഡുകളാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാവില്ല. റോഡ് നേരെ പോകുന്ന റിയാ ഭക്ഷണിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ കണ്ടോ, ഞാൻ റൈറ്റിൽ ഈ റോഡ് നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ജന്നത്തുൽ മഅല ആ ഭാഗത്ത് പോകും. പക്ഷേ ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഈ ബസ് സ്റ്റേഷൻ കറക്റ്റ് ചെയ്ത് പോവാണ് കേട്ടോ. ഈ ബസ് സ്റ്റേഷൻ്റെ വഴി ഇങ്ങനെ നടന്നു പോവാണ്. ഈ കാഴ്ചകൾ നമുക്കിങ്ങനെ പകർത്താം. മാഷാ അല്ലാഹ്. പണ്ടൊക്കെ ഒരു 5-8 വർഷം മുന്നേ ഇവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഷോർട്ടായിട്ട് നടന്നു വരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ പല ബസ് സ്റ്റേഷനൊക്കെ നവീകരിച്ച് പുതിയൊരു സ്റ്റേഷനൊക്കെ ആക്കിയുണ്ടോ. പല ഗേറ്റുകളും കണ്ടോ, ഇങ്ങനെയുള്ള ഗേറ്റുകളും ഇതൊക്കെ ആക്കിയിട്ട് പല തരത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ലോങ്ങാണ്. ഇതൊക്കെ വരുന്നത് ഉണ്ടോ, സായറിന്ന് വരുന്ന വണ്ടികളാണ് കേട്ടോ. സായർ ഭാഗത്തു നിന്ന് അങ്ങനെ ഇസ്വൽ കാബ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന മദീന അങ്ങനെയൊക്കെ വരുന്ന വണ്ടികളാണ്. ഇതിങ്ങനെ പോകുന്നത്, വണ്ടികൾ പോകുന്നത് അസീദിയ ഭാഗത്തേക്കൊക്കെ പോകും കേട്ടോ. നല്ലൊരു പ്രഭാതം ഇങ്ങനെ കടന്നു വരികയാണ് പരിശുദ്ധമായ ഹറമിലേക്ക്. നമുക്ക് റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ ഭാഗത്തേക്കാണ് ഞാനിപ്പം നടന്ന് നീങ്ങുന്നത് കേട്ടോ. വിശാലമായിട്ടുള്ള ഒരു നടപ്പാത. ഇതൊക്കെ നമുക്ക് ചൂടടിക്കുന്നതിനാണ് ഈ പരിപാടിയൊക്കെ ചെയ്തു വെച്ചത് കേട്ടോ. കേട്ടോ, ഞാൻ പോയ ഹോട്ടലാണ് കാണുന്നത്, ജനാതിരി ഹോട്ടൽ. ഷേബ് ആമിർ എന്നാണ് പറയുക ആ സ്ഥലത്തിന്. ഇന്നൊരു പുതിയൊരു സ്ഥലവും ഇതൊക്കെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മുടെ വീഡിയോസിൽ പല സ്ഥലങ്ങളും, മക്കയിലുള്ള ഓരോ സ്ഥലങ്ങളും ഉണ്ടാവും കേട്ടോ. അന്നേരം നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നാലെന്തായാലും നമുക്ക് പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ അടുത്ത ഇങ്ങനെ ക്ലോക്ക് ഇങ്ങനെ കാണാം കേട്ടോ. നമ്മൾ ഹറമിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ ബസ് സ്റ്റേഷനാണ് കേട്ടോ. ഷേബ് ആമിറിലുള്ള ബസ് സ്റ്റേഷനാണ്. ജസ്സ എന്നാ പറയാം. ഇവിടെ പുതിയൊരു ഗേറ്റൊക്കെ വന്നിട്ടുണ്ട്, കിങ് സൽമാൻ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പോകുന്ന ഉമ്മമാർ റിഫായി എന്ന് പറയുന്ന ചപ്പാരപ്പടം എന്ന് വന്ന നമ്മളെ കണ്ണൂർ ഭാഗത്ത് വന്ന ഉമ്മമാരാണ് കേട്ടോ. അവരിന്ന് മത്താഫിൽ പോവാണ്, ഹിജ്ർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രഭാതത്തിൽ അവരെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അത് ഇവരാണ് കേട്ടോ. ഇവർ ഇവിടെയാണ് കേട്ടോ, ഇടൂർ അങ്ങനെ എന്തോ ഒരു സ്ഥലം പറഞ്ഞിരുന്നു, തളിപ്പുറം ഭാഗത്ത്. ഇതിങ്ങനെ ഞാനിങ്ങനെ പോവാണ്. അവരൊന്നിച്ച് ഇതൊക്കെ ജോലിക്കാർ വരികയാണ് കേട്ടോ. ലേബേഴ്സ് ഇങ്ങനെ ഹറമിൻ്റെ ജോലിക്കാർ 6 മണിക്ക് തുടങ്ങിയ 6 മണിക്ക് വരെ വണ്ടി വന്നിട്ട് തുടങ്ങിയതാണ് കേട്ടോ. ഷിഫ്റ്റിൽ ഹാജിമാർ കണ്ടോ ഒഴുകി വരുന്നുണ്ടോ പണിക്കാർ. ഇതൊന്നുമല്ല, നമ്മളെ വീഡിയോസ് നോക്കി കാണാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, അതിനൊക്കെ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ജന്നത്തുൽ മഅലയാണ് കേട്ടോ. അവിടുത്തെ പിന്നെ ദിവസം ചെയ്യാം വീഡിയോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇപ്പോൾ പ്രഭാതത്തിലെ വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ജുമൈസിയൊക്കെ ആ ഭാഗത്താണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ
സുലൈമാനിയ, അവിടെയൊക്കെ വന്ന ആൾക്കാർ നിൽക്കും ആ ഭാഗത്ത്. അവിടെയാണ് ജന്നത്തുൽ മഅവ ഉള്ളത്. ഇവിടുത്തെ വരെ ടാക്സിക്കൊക്കെ പെർമിഷൻ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ യൂട്ടേൺ ചെയ്ത് പോകും കേട്ടോ. ആയിഷ മസ്ജിദിൽ നിന്നൊക്കെ വരുന്ന പിന്നെ ജിന്ന് പള്ളി, അതുപോലെ ഷജറപ്പള്ളിയൊക്കെ ഈ ഭാഗത്താണ്. മാഷാ അല്ലാഹ്, നല്ലൊരു കാഴ്ച. ഇതാണ് പുതിയ ഗേറ്റ് കേട്ടോ, സൽമാൻ, കിങ് സൽമാൻ ഗേറ്റാണ് ഈ കാണുന്നത്. കുറേ പ്രാക്കളെയൊക്കെ കണ്ടോ, പ്രാവുകൾ ഇങ്ങനെ ലൈനുമ്പിൽ ഇങ്ങനെ. ഇതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. ഹന്തമ മലയുടെ ആ തായ്വാരത്തിൽ കൂടിയാണ് ഇതിങ്ങനെ കടന്നു പോകുന്നത്. ഇതിവിടെ ലോക്കാവും കേട്ടോ ലാസ്റ്റ്. കണ്ടോ, ഇതാണ് ഗേറ്റ്, പുതിയ ഗേറ്റ്. മാഷാ അല്ലാഹ്. ഇതിൻ്റെ ഉള്ളിലൊരു കാഴ്ചയൊക്കെ കാണിച്ചു തരാം. വ്യാഴാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പല സ്ഥലങ്ങളിൽ നാജിമാരിങ്ങനെ ഒഴുകി വരും കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ കിങ് സൽമാൻ ഗേറ്റിൻ്റെ ഉള്ളിലെത്തി കേട്ടോ. അന്നേരം ഇവിടെ നമ്മളെ ചപ്പാരപ്പടവ് കണ്ണൂരിൽ നിന്നൊക്കെ വന്നവരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഉസ്താദ് ഇങ്ങനെ ഉണ്ടോ, അവരെയും കൂട്ടി ഇങ്ങനെ പോവാണ്. അവരെ ഒന്നിച്ച് ഞാനിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. ഉണ്ടോ, അവരൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഹിജ്ർ ഇസ്മായിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് 6 തൊട്ട് 9 മണി വരെ സ്ത്രീകൾക്കുള്ള സമയമാണ്. അന്നേരം അതിനുവേണ്ടി പോവാണ് അവർ. അങ്ങനെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉസ്താദ് ഇങ്ങനെ മുന്നിൽ നടക്കുന്നുണ്ട്, അമീർ കണ്ടോ. അഞ്ചരക്കണ്ടിയാണ് കേട്ടോ ഉസ്താദ്. ഓ എന്താ ഞാൻ പറയും, അഞ്ചരക്കണ്ടികൾ അഷ്റഫ് ഉസ്താദ്. നിങ്ങൾക്ക് കാര്യങ്ങൾ പരിചയമുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ, എഴുതി അറിയിക്കാം കേട്ടോ. റിഫായി എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അവരിങ്ങനെ പോവാണ്. അവരെ ഇടയിലൊരാളുണ്ടായിരുന്നു നമ്മുടെ അറിയുന്നവർ. അവരെയും കൂടി ഒന്ന് കണ്ട് മുസാഫർത്തൊക്കെ ചെയ്ത്. മാഷാ അല്ലാഹ്, നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആയിരിക്കും ഇതിലുള്ളത്. മാഷാ അല്ലാഹ്, പ്രായമുള്ളവരാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ അവരെ കൂടെ തന്നെ ഞാനിങ്ങനെ പാസ് ചെയ്ത് പോവാണ് കേട്ടോ. ഏതായാലും നമ്മളിങ്ങനെ നടന്ന് 6:20 സമയം. ഏതായാലും മറവിയുടെ ഭാഗത്ത് റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്ത് എത്തി കേട്ടോ. ഞാൻ അവിടത്തേക്ക് പോകുന്ന സമയത്ത് ഇരുട്ടായിരുന്നു. മാഷാ അല്ലാഹ്, ഇപ്പോൾ വിളിച്ചൊക്കെ വന്ന റബീഉൽ അവ്വൽ 7 നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനുണ്ട്. എൻ്റെ അടുത്ത വശത്ത് കാണുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ബാർബർ ഷോപ്പും കാര്യങ്ങളും. ഹന്തമ മലയാണ് കാണുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കാണാം. അന്നേരം ഇവിടെ നമ്മുടെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്തുകളൊക്കെ ഇവിടെയാണ് കൊണ്ടുവരിക കേട്ടോ. ഇവിടെ നിന്നാണ് ഇങ്ങനത്തെ വണ്ടിയിൽ ഇവിടുന്ന് നേരെ ഹറമിലേക്ക് കൊണ്ടുപോകും. ആ ഭാഗത്തേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ നല്ലൊരു കാഴ്ച, മനോഹരമായിട്ട്. ഇവിടെ പ്രാക്കളും. റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തി കേട്ടോ. മാഷാ അല്ലാഹ്, അല്ലാഹു സന്തോഷം നൽകട്ടെ എല്ലാവർക്കും. ഈ ഭവനത്തിൽ വരാനും ഇവിടുന്ന് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് അവസരം ഒരുക്കി തരട്ടെ. ആമീൻ. ഇവിടെയൊക്കെ കാർപ്പറ്റുകളൊക്കെ ഫോൾഡ് ചെയ്തു. നിസ്കാരത്തിൻ്റെ സമയത്ത് സുബിക്ക് ഇവിടെയൊക്കെ കാർപ്പറ്റ് ഉണ്ടാകും കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഫോൾഡ് ചെയ്യും. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വൈകുന്നേരമാണ് ഇടുക. അങ്ങനെ ഞാൻ നടന്ന് റസൂലുള്ളാഹിൻ്റെ വീടും കണ്ടോ. ഇവിടെയൊക്കെ ഒരു ലോസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് വന്ന് അന്വേഷിച്ചാൽ കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ പോലെ ഇതിൻ്റെ മുകളിലുണ്ട്. ഇത് റസൂലുള്ളാഹിൻ്റെ വീടാണ്, റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെ അടുത്ത്. പിന്നെ അത് അബീ ഖുബൈസ് പർവ്വതം. അതിൻ്റെ ഇടയിൽ ഇവിടെയാണ് അബൂജഹലിൻ്റെ വീട് സ്ഥിതി ചെയ്തത്. ഉണ്ടോ, ഇവിടുത്തെയാണ് ഖദീജ ബീവിൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നത്. ആ ഭാഗത്തൊക്കെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ നടന്നിങ്ങനെ ഉണ്ടോ ഇവിടെ എത്തി. മാഷാ അല്ലാഹ്. ഹലോ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പയുടെ വീട് അവിടെയായിരുന്നു, ആ ഷേബിൽ ഉണ്ടോ, ആ ഭാഗത്ത്. അവിടെ ഇന്ന് ബസ് സ്റ്റേഷനാണ്. അസീസിയിലേക്കൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നേരെ അബൂജഹലിൻ്റെ വീട്, 9-ാം നമ്പർ ബാത്റൂം ഉണ്ടോ. ഇത് സഫ പാലസാണ് കേട്ടോ. ഇവിടുത്തെ കോൺഫറൻസ് മീറ്റിങ്ങും കാര്യങ്ങളും രാജാക്കന്മാരെ വന്ന് നിൽക്കുന്നതൊക്കെ ഈ അബീ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലാണ് ഉണ്ടോ. ഇനി നമുക്ക് നേരെ ക്ലോക്കിൻ്റെ അടുത്തേക്ക് പോകണം. ഇതൊക്കെ പകർത്തിയിട്ട് അങ്ങോട്ട് പോകട്ടോ. അങ്ങനെ നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ സമയത്ത്. റബീഉൽ അവ്വൽ 7 ഉണ്ടോ, നിറയെ കണ്ടോ. അള്ളാഹുവിൻ്റെ ഹബീബും റസൂല് പിറന്ന ഇടം കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ സമയങ്ങളിൽ ഇങ്ങനെ പ്രത്യേകിച്ച് കുറേ പാകിസ്ഥാനിൽ നിന്നും അവിടെ നമ്മുടെ
പലയിടങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ റഷ് ചെയ്യുന്ന. പണ്ടൊക്കെ ഇവിടെയൊക്കെ നമ്മൾ കയറിയിട്ട് ഇതൊക്കെ തുറക്കാറുണ്ടായിരുന്നു. ഈ ഡോറുണ്ട്, ഈ തുറന്നിട്ട് അതിൻ്റെ ഉള്ളൊരു മുസല്ല ഇട്ടിട്ടുണ്ട്. അന്നേരം അവിടെയൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊന്നും അവസരമില്ല. ഇപ്പോൾ ജനങ്ങൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെയൊക്കെ ഓരോന്ന് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. എന്നാലും ഞാനിവിടെ നേരെ പോവാണ് കേട്ടോ. പരിശുദ്ധമായ ഹറമിൻ്റെ മുൻഭാഗത്തേക്ക് പോവാണ്. ഇവിടുത്തെ മുസല്ലൊന്നും എടുത്തില്ല. എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടേക്ക് ഉണ്ടോ. അങ്ങനെ ഇവിടെ നമുക്ക് വേറൊരു കാഴ്ചയും കൂടി കാണാം. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വേരലിലും ഇങ്ങനെയുള്ള വെള്ളം നിറച്ച് കൊണ്ടുപോകും. സംസം കണ്ടോ, സംസം നിറക്കുന്നേ കാണുന്ന കേട്ടോ. പിന്നെ അവിടെയുണ്ട് കേട്ടോ ആ ഭാഗത്ത്. അവിടെ നിന്ന് മറവയിൽ നിന്ന് ഉംറ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരാണ്. ഉംറ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി വരുന്നവരാണ്. നേരെ ഉംറ കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നേരെ വരും കേട്ടോ. ബാത്റൂമിലേക്ക് വരേണ്ടവരങ്ങനെ സംസം കുടിക്കുക. ഏതായാലും ഞാനൊരു ഗ്ലാസ് സംസം കുടിക്കാന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് സംസം കുടിക്കാം അല്ലേ. മോയത്ത് സംസം. സംസം ഗ്ലാസ്സിൽ ചെറുങ്ങനെ വരുന്നുള്ളൂ കേട്ടോ പൈപ്പിൽ. മാഷാ അല്ലാഹ്. ബിസ്മില്ലാ. നമുക്ക് ഇങ്ങനെ തന്നു കണ്ടോ. ഗ്ലാസ് സംസം കിട്ടി. മാഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവനക്ക് അള്ളാഹു ആഫിയത്ത് ആരോഗ്യ ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവാസിയാണ്, നയിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്നാലും ഇവിടുന്ന് പ്രവാസികളൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഈ ചൂട്ടിൽ വർക്ക് ചെയ്യുന്നവരല്ല, അവരൊക്കെ ഇങ്ങനെ ബോട്ടിൽ നിറച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് സംസം അങ്ങനെ സംസം എടുക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞു. ഞാൻ സംസം കുടിച്ചു. മാഷാ അല്ലാഹ്. ഇതുപോലെ നിങ്ങൾക്കുള്ള അവസരം ഒരുക്കി തരണം. ആമീൻ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് നേരെ അത് അസീസയിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ റസൂലിൻ്റെ മൂത്താപ്പ ഷൈബിൽ താമസിച്ച് അവിടെയാണ് മറ്റേ നമ്മുടെ ഇന്നത്തെ ബസ് സ്റ്റേഷനൊക്കെ അസീസയിലേക്ക് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ ഒരു കാഴ്ച കാണാം. നല്ല പ്രാക്കളൊക്കെ കാണാം കേട്ടോ. പ്രാവുകളിങ്ങനെ മാഷാ അല്ലാഹ്. നല്ലൊരു കാഴ്ച. കാരണം ഞാനിവിടെ നേരെ തിരിച്ച് കുറേ ആൾക്കാർ അസീസിയ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നേരെ കുറേ ആൾ ഹറമിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മലയാളി ഉമ്മമാരൊക്കെയാണ് കണ്ടോ. ഞങ്ങളെ ഉമ്മമാരൊക്കെ ആയിരിക്കാം. അന്നേരം ഇവിടെ നമുക്കൊരു സർവീസൊക്കെ ഉണ്ട് കേട്ടോ. റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീൽ ചെയർ സൗകര്യം, ഉംറക്കാരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് വീൽ ചെയർ സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ വരിക, നമ്മളെ രേഖ കൊടുക്കുക. രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉംറയുടെ രേഖ കേട്ടോ. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഇതൊക്കെ കിട്ടും. വീൽ ചെയർ കിട്ടും. ഉണ്ടോ വീൽ ചെയറിൻ്റെ പരസ്യമൊക്കെ ഇവിടെ വന്ന് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും നമുക്ക് കിട്ടും. ഈ പാലം, ഇവിടെ ഒരു പാലമുണ്ട്, താൽക്കാലിക ഒരു പാലം നമുക്ക് ഫ്രീ ആയിട്ട് നടന്നു പോകാൻ കേട്ടോ. ഇതിൽ കൂടിയാണ് നടന്നു പോകുന്നത് കേട്ടോ. താഴത്തൂടെയും പോവാം. ഇവിടെ താഴത്ത് റഷായിരിക്കും. വ്യാഴാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്ക് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഉണ്ടോ എൻ്റെ താഴത്തൂടെ ഞാൻ പറഞ്ഞത്, പക്ഷേ അവിടെ റഷായിരിക്കും. ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിന്നിട്ട് ഒരു ഇടുങ്ങിയ വഴിയും കൂടിയാണ്. അതിന് ഏറ്റവും എളുപ്പം നമുക്ക് ഇതിൽ കൂടി പാസ് ചെയ്ത് പോക്കാണ്. സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ആജിമാരൊക്കെ അങ്ങനെ ബാബുസലാം വഴി കടന്നു പോകുന്നുണ്ട് കേട്ടോ. അതാ പച്ചത്തട്ടം കണ്ടോ, റിഫായി. അവർ നേരെ മത്താഫിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഹിജ്ർ ഇസ്മായിലിൽ കയറി രണ്ടരക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പോകണം കേട്ടോ. 9:10 ഇപ്പോൾ ടൈം കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും ഇപ്പോൾ ഓരോ സമയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാബ അലിയാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ ഇപ്പുറം തന്നെയാണ് ബാബുസലാം. ഈ കാണുന്നതാണ് ബാബുസലാം. വേണ്ട അതാണ് കണ്ടോ. ഇവിടെയൊക്കെ ഇരുന്ന് നിസ്കരിക്കാനും അതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പ്രാക്കളും ഹാജിമാരൊക്കെ കാണാം. ഞാൻ വന്നത് ആ ഭാഗത്തു നിന്നാണ്. അങ്ങ് ഹോട്ടലാണ് പോയത് കേട്ടോ. അത് ആ ഭാഗത്ത്. അവിടെ നിന്നാണ് ഫസ്റ്റ് ഞാൻ വീഡിയോ തുടങ്ങിയത്. ഒരു 2.25 കിലോമീറ്റർ നടക്കാനുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന്. ഇത് റസൂലുള്ളാഹിൻ്റെ വീട്. ഇതിങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ മനസ്സിലാകുന്നുണ്ടോ ഓരോ റൂട്ടും. ഇത് അബി ഖുബൈസ് പർവ്വതത്തിൻ്റെ താഴ്വാരം. താഴത്തൂടി പോകായിരുന്നു, പക്ഷേ താഴത്തൂടി വർഷമാണ്. ആജിമാരിങ്ങനെ പോകുന്നുണ്ട്. ഇടയിൽ ഇങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പോയത് കേട്ടോ. അൽഹംദുലില്ലാഹ്. ഞാൻ നേരെ പോവാണ് കേട്ടോ ഹറമിൻ്റെ മുൻഭാഗത്തേക്ക്, ബാബ് ഇസ്മായിലിൻ്റെ ഭാഗത്തേക്ക്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഫയിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു ഇടം ഉണ്ട് കേട്ടോ. ഇതിൽ കൂടി നമുക്ക് സഫയിലേക്ക് പ്രവേശിക്കാൻ പറ്റും, ഫസ്റ്റ് ഫ്ലോറിലേക്ക് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ.
ഇപ്പം നടക്കുന്നത് ഒരു ഭാഗത്ത് അള്ളാൻ്റെ ഹബീബ് ചന്ദ്രനെ പിളർത്തിയ ഒരു മല, അതിൻ്റെ മുകളിലാണ് ഇന്ന് ഈ ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു പർവ്വതമാണ്, അതിനെയൊക്കെ ഒന്ന് കവർ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഉണ്ടോ അവിടെ നമ്മൾ നേരെ സഫയുടെ എൻഡിലെത്തി കേട്ടോ. സഫയുടെ എൻഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഇവിടെ നിന്നാണ് ആൾക്കാർ റൗണ്ട് ചെയ്തിട്ട് തിരിച്ച് മർവയിലേക്ക് പോകുക കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ നിന്നാണ് ആൾക്കാർ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വരിക. ആൾക്കാർ റൗണ്ട് ചെയ്ത് വരുന്നുണ്ടോ? റൗണ്ട് ചെയ്ത് ഇങ്ങനെ നേരെ മർവയിലേക്ക് പോകും, ആ ഭാഗത്തേക്ക് ലാസ്റ്റ് എൻഡിൽ. പിന്നെ നമുക്കിവിടെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് ഹറമിൻ്റെ വേറൊരു വശത്തേക്ക് നമ്മൾ എത്തി കേട്ടോ. മിസ്ഫല, അജ്യാദ്, അതുപോലെ ജെറുവൽ ഭാഗം, ഷുബൈക്ക, ഇബ്രാഹിം ഖലീൽ, അങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റിയിട്ട് ഉള്ള അജ്യാദ് രണ്ടുണ്ട്. അജ്യാദ് സദ്ദുണ്ട്, അജ്യാദ് മസാഫി ഉണ്ട് കേട്ടോ. റിയാ ബക്ഷ്, ഉദായിലൊക്കെ പോകുന്ന വഴി. അങ്ങനെ ഈ വഴി നമ്മൾ നേരെ പോയിട്ട് ആ ഒരു മലയാളി ഗ്രൂപ്പ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സിയാറത്തിന് പോകുന്നതാണെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രൂപ്പാണെന്ന് അറിയാം, നിങ്ങളുടെ നാട്ടുകാരൊക്കെ ആയിരിക്കാം. മാഷാ അല്ലാഹ്, മലയാളികളെന്ന് ഞാൻ തോന്നുന്നു കേട്ടോ. അൽഹംദുലില്ലാഹ് ഇവരൊക്കെ സിയാറത്തിന് പോവാണ്. തമിഴാണ് കേട്ടോ. അവരെ തട്ടത്തിൻ്റെ ഒരു ഇത് കാണുമ്പോൾ തമിഴിൻ്റെ ഇതുപോലെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഞാനങ്ങനെ 1-ാം നമ്പർ ഗേറ്റിൻ്റെ കണ്ടോ, ഇതാണ് 1-ാം നമ്പർ ഗേറ്റിൻ്റെ മിനാരം. നേരെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സഫയുടെ സഫ കഴിഞ്ഞ കേട്ടോ. സഫ കഴിഞ്ഞ് നമ്മളിങ്ങനെ റൊട്ടേഷനായിട്ട് വരികയാണ്. ഇപ്പോൾ ക്ലോക്കിൻ്റെ ഭാഗത്ത് എത്തി കേട്ടോ. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള 3-ാം നമ്പർ ഗേറ്റിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടുന്ന് കയറി നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് ഉംറ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ നേരെയാണ് അജ്ൽ അസ്വദ് വരുന്നത്. അങ്ങോട്ട് പോകണില്ല, നേരെ തിരിച്ചിട്ട് അജ്യാദ് ഭാഗത്തേക്ക് പോകണം. ഹറമിൻ്റെ മുൻവശത്ത് പോയിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. നേരെ അജ്യാദ്, ആ ഇത് കണ്ടോ ബ്രിഡ്ജ്, നേരെ അജ്യാദ് സദ്ദാണ് കേട്ടോ. അല്ല അജ്യാദ് സദ്ദല്ല, അജ്യാദ് മസാഫി, ബിയർ വാലി. ഇവിടെ നമുക്കിങ്ങനെ ഹറമിൻ്റെ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ കാണാം. ഇനി നമുക്ക് ഇവിടുന്ന് കാബാലത്തെ കാണണ്ടേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും റാഹത്ത് സമാധാനമൊക്കെ നൽകട്ടെ. പരിശുദ്ധമായ ഹറമിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ പ്രയാസങ്ങളെല്ലാം തീർത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ച കാണിച്ചാൽ കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അജ്യാദ് സദ്ദാണ് കേട്ടോ. മെറഡിൻ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. സൂര്യൻ്റെ ഉദയം നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാം. ചെറിയ വീഡിയോസിൽ ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ. നല്ലൊരു ഉദയം കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, നല്ലൊരു കാഴ്ചയല്ലേ. അനുഗ്രഹിക്കട്ടെ. അല്ല ഇത് അജ്യാദ് മസാഫി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ സഫ ടവറിനോട് ചേർന്നിട്ട് ഇത് വേറൊരു റോഡാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ടേക്ക് പോവാണ്, കബാലത്തിൻ്റെ മുന്നിലേക്ക് നടക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാഹ് ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് എപ്പോഴും കാണാം. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ അപ്ഡേറ്റ് അന്നത്തെ അപ്ഡേറ്റിങ്ങൊക്കെ കിട്ടും കേട്ടോ. മാഷാ അല്ലാഹ് അങ്ങനെ കാബം കടന്നിറങ്ങിയാൽ നിങ്ങൾ കാണാം. ഞാൻ അവിടുത്തെ കാബത്തിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടോ. റബീഉൽ അവ്വൽ 7 പ്രഭാതത്തിലൊരു കാഴ്ചയാണ്, ലൈവായിട്ടുള്ളൊരു കാഴ്ച. മാഷാ അല്ലാഹ് അല്ലാഹു സന്തോഷം നിറച്ചു തരട്ടെ, എല്ലാവരുടെ പ്രയാസങ്ങളും തീർത്ത് തരട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടവരുടെ കബറിടം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രയാസങ്ങളുള്ളവരുണ്ട് പടച്ചവൻ, അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കട്ടെ. കല്യാണം കഴിയാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, ജോലിയില്ലാത്തവർ, അവർക്കൊക്കെ അല്ലാഹു നല്ല നല്ല വഴികൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ അല്ലാഹു സമാധാനം നൽകട്ടെ, അവരെ സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പമാരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അവർക്കൊക്കെ ഇവിടെ എത്താൻ, ഈ മണ്ണ് കാണാനും അല്ലാഹു അവർക്ക് ആ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ കാരുണ്യവും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ. നല്ലൊരു കാഴ്ച പ്രഭാതത്തിൽ സൂര്യൻ്റെ ഉദയമൊക്കെ ഇങ്ങനെ കാണാം ഒരു ഭാഗത്ത്. അല്ലാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ. ക്ലോക്കിലേക്ക് കണ്ട് നേരെ നമുക്ക് കുറേ ആൾക്കാരിങ്ങനെ ക്ലോക്കിലേക്ക് കയറി പോകുന്നുണ്ട്. സമയം 6:45 കേട്ടോ. എന്തായാലും പുറത്തുള്ളൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം. എല്ലാവർക്കും റാഹത്തും സമാധാനം നൽകട്ടെ. ഇനി ഇവിടെ ചെറിയൊരു കാഴ്ചയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മളെ
ഈ 4-ാം നമ്പറും 8-ാം നമ്പറിൻ്റെ ഇടയിൽ നാലാം നമ്പർ ലേഡീസ് ബാത്റൂമാണ്, 8-ാം നമ്പർ ജെൻസാണ് കേട്ടോ. അവിടെ അതിൻ്റെ ഇടയിൽ ഇവിടെ കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്, അതായത് കാണുന്നത് കേട്ടോ. ഈ ലാസ്റ്റ് വീട് അത് പള്ളിയാണ് കണ്ടോ, ലാസ്റ്റ് ഇത് കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് പള്ളിയാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. ആ ഭാഗത്താണ് ഉമറുല്ലാൻ്റെ വീട്, ആ ബിൽഡിംഗ് കണ്ടോ, അതിൻ്റെ പുറകുവശം ജബൽ ഉമർ എന്നാണ് പറയാം. അങ്ങോട്ടൊന്നും പോകുന്നില്ല, അതിന് ഇവിടെ വൈൻഡപ്പാണ് ഈ വീഡിയോ. ലാസ്റ്റ് ഇവിടെ 4-ാം നമ്പറിൻ്റെ ഈ ഭാഗത്ത് ഇൻഷാ അല്ലാഹ്. ഇവിടെയൊക്കെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കണ്ടോ. ഹറമിൻ്റെ പ്രഭാത ക്ലീനിങ് അതിനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ജോലിക്കാർ. പിന്നെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആജിമാരിങ്ങനെ, പ്രവാസികളായിട്ടുള്ള ആജിമാരിങ്ങനെ ഒഴുകി വരും കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങണ്ടോ, അത് ഷുബൈക്ക ജെറുവൽ ഭാഗമാണ്, ആ ഭാഗത്ത് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത് നേരെ ഇബ്രാഹിം ഖലീൽ റോഡാണ്. ഇവിടുത്തെ ഒരു കാഴ്ച ഇന്നത്തെ ഈ പ്രഭാതം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആജിമാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പല വീഡിയോസിലും എൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കേട്ടോ. പക്ഷെ കുറച്ച് ക്യൂ നിൽക്കണമെന്നുള്ളൂ, കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കാണാൻ. അതെനിഷാദ് ഇത് നേരെ അജ്യാദ് എന്ന് പറയുന്നത് മുസ്ഫല ഇബ്രാഹിം ഖലീൽ റോഡാണ്. നമ്മൾ ഷേബ് ആമിർ തുടങ്ങിയതാണ്, അങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.